ഫ്രൈഡേ. അപ്പോൾ രാവിലത്തെ നമ്മുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ അരി തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് കുക്കറിലേക്ക്. പിന്നെ നമ്മുടെ മത്തന് നമ്മളിന്ന് ഉടച്ച് കറി വെക്കാൻ പോവാണ്. അതും വേവിച്ച് കുക്കറിൽ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി ചുടാനായിട്ട് പൊടിയും വാട്ടി വെച്ചിട്ടുണ്ട്. തലേദിവസം പൊരിച്ച മീനാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം കൊണ്ടുപോകാൻ എളുപ്പത്തിന് നേരത്തെ തന്നെ പൊരിച്ച് റെഡിയാക്കി എടുത്താണ്. അപ്പം നമ്മൾ കുറച്ച് എഗ്ഗ് പുഴുങ്ങാനിട്ടിരുന്നു. എഗ്ഗിൻ്റെ കറിയാണ്, റോസ്റ്റും അല്ല കറിയും അല്ല, അതിനിടയ്ക്കുള്ളതാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എഗ്ഗൊക്കെ ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 3 ഇട്ടത്, നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ പത്തിരിയൊക്കെ നമ്മൾ നന്നായിട്ട് കുഴച്ചുരുളാക്കി പരത്തി ചുട്ടെടുക്കുന്നുണ്ട്. മുട്ട റോസ്റ്റ് ഇത് മുട്ടക്കറി എന്ന് എന്ത് വേണമെങ്കിലും പറയാം. അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അനൂസ് കുളിച്ച് മാറ്റിയൊക്കെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനൂസിൻ്റെ ദീദി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തത് എടുത്ത് വെച്ച് കളിക്കുകയാണ് കേട്ടോ. പോവാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അനൂസിന് ചായ കുടിക്കില്ല, രാവിലത്തെ ഫുഡും വെള്ളമാണ് കുടിക്കുക. പിന്നെ ഇവർക്ക് യൂണിഫോമിൻ്റെ തുണിയൊക്കെ ഇന്നലെയാണ് കിട്ടിയത്, ഇനി അതൊക്കെ അടുപ്പിക്കണം. അപ്പം നമ്മുടെ ചോറും വാർത്ത് വെച്ചിട്ടുണ്ട്, അതിനിടയ്ക്ക് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തൻ കറിക്കുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചതാണ് കേട്ടോ. രാവിലത്തെ ഇത്രയൊക്കെ പരിപാടികൾ ആയപ്പോഴേക്ക് തന്നെ ഇങ്ങനെയാണ് കിടക്കുന്നത്. പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ കഴുകാനായിട്ടുണ്ട്, വേസ്റ്റൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അനൂസിൻ്റെ സ്നാക്സും പാത്രത്തിലാക്കി. നമ്മുടെ മത്തൻ കറിയിൽ തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലേക്ക് ഇട്ട് വറവ് ചെയ്തെടുത്തു. അസ്മൽക്കാക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മീൻ പൊരിച്ചത് നമ്മുടെ തുറമാങ്ങ അച്ചാറുമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. രാത്രി എത്ര പാത്രങ്ങൾ കഴുകി വെച്ച് ക്ലീൻ ചെയ്താലും രാവിലെ ആകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോഴേക്ക് പാത്രങ്ങൾ നിറയും. എല്ലാ വീട്ടിലും ഇത് തന്നെയാണോ അവസ്ഥ എന്നറിയാൻ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.